സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇവർ ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകും. സിസ്റ്റർ, താങ്കളുടെ ഏജ് എത്രയാണ്? എല്ലാവരുടെയും മുന്നിൽ ഉറക്കെ പറയൂ. താങ്കളുടെ ഏജ് എത്രയാണ്? 37. ഓക്കെ. ഇനി നമുക്കെല്ലാവർക്കും അവനവൻ്റെ ഏജ് ഉറക്കെ പറയാം. പറയൂ, നിങ്ങളുടെ ഏജ് എത്രയാണ്? ഇവർ നമ്മുടെ എല്ലാവരുടെയും മുന്നിലാണ് സ്വന്തം പ്രായം തുറന്നു പറഞ്ഞത്. അതുപോലെ നമുക്കും പറയാം. 35, 37, 38, 50, 100. ഇതൊക്കെ ആരുടെ ഏജാണ്? ഇതാരുടെ പ്രായമാണ്? ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രായമാണ്. നമ്മൾ 2 ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. ഇതിനും ഒരു ഏജ് ഉണ്ട്. ഇന്ന് പുതിയ ഡ്രസ്സ് ഇട്ടവരും ഉണ്ട്. അവരുടെ ഡ്രസ്സിൻ്റെ ഏജ് ഒരു ദിവസമാണ്. ഒന്ന് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ പ്രായം. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രായം. 30, 50, 80. ഇതെല്ലാം ശരീരത്തിൻ്റെ പ്രായങ്ങളാണ്. ഈ സഹോദരിയുടെ ശരീരത്തിൻ്റെ പ്രായമാണ് 37. ശരീരത്തിൻ്റെ പ്രായം 37 ആണെങ്കിൽ ഇവരുടെ പ്രായം എത്രയായിരിക്കും? ഇവരുടെ ശരീരത്തിൻ്റെ ഏജ് 37 ആണ്. 37 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ എവിടെയായിരുന്നു? 37 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ വേറൊരു ശരീരത്തിലായിരുന്നു. അവിടെ ആ ശരീരത്തിൽ ഇവർ 100 വർഷം ജീവിച്ചു. അതിനു മുൻപ് ഇവർ മറ്റൊരു ശരീരത്തിലായിരുന്നു. അതിലും 100 വർഷം ജീവിച്ചു. 100, 200, 500, 1000, 2000, 5000 അങ്ങനെ എത്ര കാലമായി ഇവർ യാത്ര ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. ഇനി നമുക്ക് ഈ യാത്രയെ ഒന്ന് നോക്കിക്കാണാം. ഓരോ ശരീരത്തിലും ഇവർക്ക് വെവ്വേറെ കുടുംബങ്ങളാണ് ലഭിക്കുക. വെവ്വേറെ സിറ്റീസിൽ, വേറെ രാജ്യങ്ങളിലും ചെന്ന് ജീവിക്കാം. വ്യത്യസ്തങ്ങളായ പരിതസ്ഥിതികൾ. ഒപ്പം ആത്മാവിൽ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും വന്നു ചേരുന്നു. ധാരാളം പാട്ടുകളുള്ള CD-കൾ കണ്ടിട്ടില്ലേ? അതിൽ ധാരാളം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആത്മാവും CD-യെ പോലെ തന്നെയാണ്. ഇതിൽ ധാരാളം സംസ്കാരങ്ങൾ റെക്കോർഡായി നിൽക്കുന്നുണ്ട്. ഈ സംസ്കാരങ്ങൾ വെറും 37 വർഷങ്ങളിലേതു മാത്രമല്ല. ആ സംസ്കാരങ്ങൾക്ക് എത്ര വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് നമുക്കറിയില്ല. ആത്മാവ് ജരാനരകളില്ലാത്തതും മരണമില്ലാത്തതും നാശമില്ലാത്തതുമാണ്. ഒരു CD-യിൽ ഇത്രയധികം സംസ്കാരങ്ങൾ റെക്കോർഡാണ്. അങ്ങനെ ഒരു ദിവസം 2 CD-കളുടെ വിവാഹം നടക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള CD-യെ ഒന്ന് നോക്കൂ. ഒരു പക്ഷേ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാകും. നമ്മൾ അവരെ ഇതെൻ്റെ ഹസ്ബൻഡാണ്, ഇതെൻ്റെ വൈഫാണ് എന്നാണ് പറയുക. ഇനി നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടിനെ തന്നെ ചേഞ്ചാക്കി നോക്കാം. സോൾ ഓൺ എ വെരി വെരി ലോങ് ജേർണി. വളരെ നീണ്ട യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവാണ് ഇത്. ധാരാളം സംസ്കാരങ്ങളും കൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഏതെങ്കിലും 2 CD-കളിൽ ഒരേ പാട്ടുകൾ തന്നെ ഉണ്ടാകാറുണ്ടോ? ഇല്ല, വെവ്വേറെ പാട്ടുകളായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മൾ പരസ്പരം എന്താണ് ചോദിക്കാറുള്ളത്? നിങ്ങൾ എന്താണ് ഇങ്ങനെ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരസ്പരം പറയാറുള്ളത്. എന്നിട്ട് എൻ്റെ CD-യിലുള്ള പാട്ടുകളെ അവരുടെ CD-യിലേക്ക് കോപ്പി ചെയ്യാനായി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളും എന്നെ പോലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങൂ എന്ന് നമ്മൾ അവരോട് പറയും. എന്നാൽ അവർ പറയും, എനിക്ക് ചേഞ്ച് ആവാൻ പറ്റില്ല. ഇതിലും നല്ലത് നീ എൻ്റെ CD-യിലുള്ള പാട്ട് സ്വന്തം CD-യിലേക്ക് കോപ്പി ചെയ്യുകയാണ്. നീ എന്നെ പോലെയായി മാറിയാൽ പോരെ. 2 പേരിൽ ഒരാൾക്ക് വീട് വളരെ വൃത്തിയായി ഇരിക്കുന്നതാണ് ഇഷ്ടം. ഒരു സാധനവും ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് മാറാൻ പാടില്ല. എന്നാൽ മറ്റേയാൾക്ക് തോന്നും സ്വന്തം വീട് തന്നെയല്ലേ, ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്വന്തം വീടല്ലേ. ഇവരിൽ ആരാണ് ശരി, ആരാണ് തെറ്റ്? 2 പേരും റൈറ്റാണ്, 2 പേരും ശരിയാണ്, 2 പേരും ശരി തന്നെയാണ്. ഇനി ഒരാൾക്ക് എല്ലായിടത്തും കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ശീലമാണ് ഉള്ളത്. എന്നാൽ മറ്റേയാൾ എന്തുകൊണ്ടോ എപ്പോഴും തന്നെ ലേറ്റായി മാത്രം എത്തുന്നു. ഒരിക്കലും കൃത്യസമയത്ത് എത്താറില്ല.
ഒരാൾക്ക് എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവമാണ് ഉള്ളതെങ്കിൽ മറ്റേയാൾക്ക് ഏറ്റവും നല്ലതിലും നല്ല കാര്യങ്ങളെ പോലും സംശയിക്കുന്ന ശീലമായിരിക്കും ഉണ്ടാവുക. ഒരാളിൽ എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് ഉള്ളത്, എന്നാൽ മറ്റേയാൾ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ഇതെല്ലാം തന്നെ സംസ്കാരങ്ങളാണ്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ മാത്രമാണ്. വളരെ തെറ്റായ സംസ്കാരങ്ങളല്ല, വേറെ വേറെ സംസ്കാരങ്ങളാണ്. ഈ 2 സീഡികളും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം ചേഞ്ച് ചെയ്യാനും ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ വീട്ടിൽ 3ാമതായി ഒരു CD കൂടി വന്നു. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള 3ാമത്തെ CD കൂടി ഒന്ന് നോക്കൂ. ഇതൊരു ബ്ലാങ്ക് CD ആയിരിക്കും എന്നാണ് ഇവർ ഇരുവരും വിചാരിച്ചത്. നമുക്ക് അതിൽ ധാരാളം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എൻ്റെ കുട്ടി അങ്ങനെ ആവണം, എൻ്റെ കുട്ടി ഇങ്ങനെ ആവണം എന്നൊക്കെ നമ്മൾ നേരത്തെ വിചാരിച്ചു വയ്ക്കും. ഇനി പറയൂ, നിങ്ങളിൽ ആരുടെയെല്ലാം വീട്ടിലാണ് ബ്ലാങ്ക് CDs വന്നിട്ടുള്ളത്? ആരുടെ വീട്ടിലും ബ്ലാങ്ക് CDs വന്നിട്ടില്ല അല്ലേ? വന്നിട്ടില്ല. എൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഒരു റോൾ മാത്രമാണ്. ഇതൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാവാണ്. ഈ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ആത്മാവ് മറ്റെവിടെയോ 100 വർഷം പ്രായമുള്ള ആരോ ആയിരുന്നു. അതിനു മുമ്പ് പിന്നെയും എവിടെയോ 100 വർഷം ജീവിച്ചിരുന്നു. അതിനും മുൻപ് അങ്ങനെ ഇത്രയും അധികം സംസ്കാരങ്ങൾ ആ ആത്മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ പറയുന്നത് എന്താണ്? എൻ്റെ കുട്ടി എന്നെ പോലെയായി തീരണം. ഇതെങ്ങനെയാണ് സാധ്യമാവുക? ആ കുട്ടി തൻ്റെ സംസ്കാരങ്ങളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒരു വീട്ടിൽ 4, 5, 6 പേരുണ്ടെങ്കിൽ അവർക്ക് വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളായിരിക്കും ഉണ്ടാവുക. എല്ലാവരെയും നമ്മൾ ഈ ഒരു ദൃഷ്ടികോണിലൂടെ നോക്കാൻ തുടങ്ങുക. ഇവർ ഒരു ആത്മാവാണ്. ഇവർ തൻ്റെ സംസ്കാരങ്ങളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇവരുടെ സംസ്കാരങ്ങൾ എൻ്റെ സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് പറയേണ്ടത്. അല്ലാതെ അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയരുത്. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മൾ 2 പേരുടെയും അഭിപ്രായങ്ങൾ വെവ്വേറെ ആയിരിക്കാം. എന്നാൽ ആ ബന്ധത്തിൻ്റെ ഫൗണ്ടേഷനിൽ പരസ്പരം ബഹുമാനമുണ്ടാകും. റെസ്പെക്റ്റ് ഒരിക്കലും ഇല്ലാതാകില്ല. നമ്മൾ വ്യത്യസ്തരാണ്, എന്നാൽ നമ്മൾ ആരും റോങ് അല്ല.